ഹലോ ഗായ്സ്, പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ന്യൂ ഡേ ന്യൂ വ്ലോഗ്. നമ്മൾ ഇന്നുള്ളത് ആബർ ഫാൾസ് എന്നുള്ള അടിപൊളി സ്ഥലത്തായിട്ടുള്ളത്. അപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മൾ ഇട്ട 2 വീഡിയോയിലും നമ്മൾ കാണിച്ചത് മലയാണല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് ആ വൈബ് ഒന്ന് മാറ്റി പിടിക്കുക. ഇന്ന് നമുക്ക് നല്ല ഫോറസ്റ്റിന് ഇടയിൽ കൂടെ ഉള്ള ഒരു പീസ്ഫുൾ വാക്കായാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുള്ളത് നോർത്ത് വെയിൽസിലുള്ള ആബർ ഫാൾസ് എന്നുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്താട്ടോ. ആബർ ഫാൾസ് കാർ പാർക്ക് എന്ന് ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുന്ന കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് എടുത്തുന്നത് ഈ കാർ പാർക്കിലോട്ടോ. കാർ പാർക്ക് തന്നെ അത്യാവശ്യം നല്ല സീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് പാർക്കിംഗ് വരുന്നത് 5 പൗണ്ട് കേട്ടോ. അവിടെ പാർക്കിംഗ് എന്നുള്ള ടിക്കറ്റ് അവിടെ നിന്ന് എടുക്കണം. എന്നിട്ട് നമ്മളെ വണ്ടി അവിടെ ഉണ്ട്. നമ്മളെ വണ്ടിന്റെ അവിടെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് ഡിസ്പ്ലേ ചെയ്യണം കേട്ടോ. നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ഥലമുണ്ട്. ഈ സൈഡിലോട്ട് പോകുന്നത് നല്ല ഭംഗിയുള്ളൊരു അരുവി കേട്ടോ. ഇതിന്റെ ഒറിജിൻ കാട്ടോ നമ്മൾ പോകുന്നത്. കുട്ടികളെ വെക്കേഷൻ തുടങ്ങി കേട്ടോ. അതുകൊണ്ടാണ് പാർക്കിംഗ് ഒക്കെ ഫുൾ ആണ്. ഇന്ന് അത്യാവശ്യം ക്രൗഡഡ് ആട്ടോ പ്ലേസ്. നമുക്ക് ഇങ്ങനെ ബ്രിഡ്ജ് വരുന്നുണ്ട്. അപ്പം കുറച്ചും കൂടെ പാർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബ്രിഡ്ജ് കയറി പോയാലും പാർക്കിംഗ് ഉണ്ട്. നമുക്ക് വാഷ്റൂം കാര്യങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ അതും അവിടെ ഉണ്ട് കേട്ടോ. ഇതിലാട്ടോ നമ്മൾ പാർക്കിങ്ങിന്റെ സൈഡിലൂടെ നടന്നാൽ നമുക്ക് ബോർഡ് കാണാം. ഈ യെല്ലോ ഫോളോ ചെയ്ത് പോകണം കേട്ടോ. കയറി തുടങ്ങിയിട്ടുള്ളൂ. അപ്പം ഇവിടെ കുറച്ച് സ്ലഷ് ഉണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം സ്ലിപ്പറിയാണ്. ഇതാണ് നമ്മൾ പോകുന്ന പാത്ത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ബ്രിഡ്ജിന്റെ കൂടെ കയറി കഴിഞ്ഞാൽ കാണുന്ന പാർക്കിംഗ് ആട്ടോ. അതിവിടെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിലുണ്ടായിരുന്ന ടിജി വീണ്ടും നമ്മളപ്പോൾ അപ്പോൾ നമ്മളങ്ങനെ ഒരു 100 യാർഡ്സ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്ഥലത്ത് കിട്ടോ. നല്ല ഭംഗിയുള്ള ബ്രിഡ്ജ് ആട്ടോ. ഇങ്ങനെ നമ്മളെ ബ്രിഡ്ജും ക്രോസ് ചെയ്ത് നടന്ന് നമുക്ക് ഡീവിയേഷൻസ് ഉണ്ടാവും കേട്ടോ. ഡീവിയേഷൻസ് ഒന്നും എടുക്കണ്ട. നമുക്ക് സെക്കൻഡ് ഗേറ്റ് വന്ന് ഫസ്റ്റ് ഗേറ്റ് കടന്നു വന്നു, സെക്കൻഡ് ഗേറ്റ് വന്നു, പേയ്മെന്റ് മാറിട്ടോ. നമുക്ക് ചിരക്കല്ലാണ് ഗേറ്റ് നമ്പർ 3. ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം ക്രൗഡഡ് ആട്ടെന്ന്. ഇതിന്റെ രസം എന്താ വെച്ചാൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും കയറാട്ടോ. ഏത് സൈഡിലോട്ട് കൂടി കയറി പോവാം. ഷീപ്സിനുണ്ടോ? ഇവിടെയൊക്കെ ഷീപ്സ് ഉണ്ട് കേട്ടോ. എവിടെ നോക്കിയാലും ഷീപ്സ് ആണ്. സിമ്പിൾ ട്രക്ക് തന്നെ ഇത്തന്നെ കയറാല്ലെങ്കിലും അത്യാവശ്യം സ്റ്റീപ്പായിട്ടുള്ള ചെറിയ സ്റ്റീപ്പായിട്ടുള്ള കയറ്റുന്നുണ്ട് കേട്ടോ. ചെറിയ സെക്ഷൻസ് ആയിട്ട് ഇങ്ങനെ വെച്ചതാട്ടോ. ഓരോ സെക്ഷനിക്ക് കയറുമ്പോഴും ഓരോ സീനിക് വ്യൂസ് കേട്ടോ. ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള ഒരു മുട്ടക്കൊന്നു കൂടെ വന്നിട്ട് നമ്മൾ കയറുന്നത് ലൈക്ക് നേച്ചറോട് കൂടുതൽ അടുത്തോണ്ട് നിൽക്കട്ടെ. നമ്മൾ നടത്തുന്നതിനുള്ള റെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് സ്പോട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പം ക്ഷീണിക്കാന്നുണ്ടെങ്കിൽ ഇതൊക്കെ യൂസ് ആക്കാൻ പറ്റും കേട്ടോ. ഏത് വെയിലാണെങ്കിലും നമുക്ക് കയറി ഇറങ്ങാം കേട്ടോ. നമ്മൾ റോഡ് പോകുന്നത് ആ സൈഡിൽ കൂടെയാണ്. നല്ല വെതർ നന്നായതുകൊണ്ടിട്ട് നമുക്ക് പക്ഷെ നല്ല വെളിച്ചം കിട്ടുന്നുണ്ട്. പ്ലസ് തണുപ്പും ഭയങ്കരമായിട്ടില്ല. ഇവിടുത്തെ മരം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരുപാട് കൊമ്പുകളൊക്കെ വെട്ടിയിട്ടുണ്ട്. അതേപോലെ മേലത്തെ ഇതൊക്കെ മരങ്ങളൊക്കെ ചില മരങ്ങൾ മുറിച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ടിമ്പേഴ്സിനൊക്കെ ഒരുപാട് ഏജ് ആവുന്ന സമയത്ത് ഏജ് കൂടി കേട് വരുന്ന ആ സാഹചര്യം എത്തുമ്പോൾ വരുന്നത് കട്ട് ചെയ്തിട്ട് കോളാക്കി മാറ്റും കേട്ടോ. അപ്പം അങ്ങനെ ഒരു പ്രൊഡക്ഷനും ഇതിനിടയിൽ കൂടെ നടക്കുന്നുണ്ട്. സ്പ്രിംഗ് ആയതുകൊണ്ട് തന്നെ പൂക്കളും കാര്യങ്ങളൊക്കെ പൂത്ത് തുടങ്ങി കേട്ടോ. എല്ലായിടത്തും നോക്കിയാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറി കേട്ടോ. നമ്മൾ ആ പാത്തിലൂടെ എടുക്കുന്ന ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് വേറെ വഴി കണ്ടുപിടിച്ച് എല്ലാം ഒരു എക്സ്പ്ലോറിങ് ആണല്ലോ. അപ്പം നമ്മൾ ആ വഴിയിലൂടെ പോയി നോക്കാം. നമ്മുടെ പുതിയ വഴി ഇതായിട്ട് വരുന്നത്. ഇതെല്ലാം വൃത്തിയുള്ള വഴി. പക്ഷെ മരങ്ങളുണ്ട്. കുനിഞ്ഞു വേണം പോകാൻ കേട്ടോ. വ്യൂ നോക്കി. നമ്മളിപ്പോൾ ഉള്ളത് നോർത്ത് വെയിൽസിലായതുകൊണ്ട് തന്നെ നോർത്ത് വെയിൽസിന്റെ ഒരുപാട് ഡിഫറെന്റ് ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കയറിട്ടത്. അതൊക്കെ ഓരോ ഹൈക്കിന്റെ ഭാഗങ്ങളിൽ കയറും. അതൊക്കെ ഓരോ ട്രയൽസ് ആയി കയറും കേട്ടോ. നമ്മുടെ ആബർ ഫാൾസിന്റെ അടുത്തോട്ട് ഏകദേശം എത്തി തുടങ്ങിട്ടോ. പറയാൻ കാരണം നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല നമ്മൾ നടക്കണനുസരിച്ച് നമ്മൾ അടുത്തേക്ക് പോകുന്നതനുസരിച്ച് സൗണ്ട് കൂടി വരുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ അതിനോട് അപ്രോച്ച് ചെയ്തുകൊണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം എത്തിട്ടോ. റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതിന്റെ അപ്പോൾ ഒരു 2 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം, നമുക്ക് പോവാം എന്നുള്ള വ്യൂ ഉണ്ടോ ഗൈസ്. നമ്മളെ ചുറ്റിനും മലയാട്ടോ. നമ്മൾ മലന്റെ ഉള്ളിലൂടെ നടക്കുന്ന. പിന്നെ അവിടെയാണ് നമ്മൾ വെള്ളച്ചാട്ടം വരുന്നത്. കുറച്ചും കൂടെ കയറിയാൽ മതി. അടുത്തെത്തി തോന്നുന്നു. കണ്ടിട്ട് ശരിയേ അത് കണ്ടിട്ട് എടുത്തുള്ള പോലെ ഇല്ലേ? അത് ദൂരത്താണോ? 2 ചെറിയ മല അങ്ങനെ കയറി ഇറങ്ങണം കേട്ടോ. നമ്മൾ നടന്ന് ഏകദേശം അടുത്തെത്തിന് കേട്ടോ. 1-2 കുന്നും കൂടെ കയറി ഇറങ്ങേണ്ടി വരും. നല്ല നൈസാട്ടോ. ഭയങ്കര വെർത്തായിട്ട് ഫീൽ ചെയ്യുക. പക്ഷെ നമ്മൾ അധികം ക്ഷീണിക്കുന്നില്ല. വളരെ പീസ്ഫുൾ ആയിട്ട് നടക്കാം. കിടിലൻ ക്ലൈമറ്റ്, കിടിലൻ വെതർ കേട്ടോ. ഇനി കുറച്ച് സ്റ്റെപ്സ് നൈസാണ്. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇന്നത്തെ ദിവസം പറയാൻ. കാരണം നല്ല ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ട്രക്ക്. മൈൻഡ് ഭയങ്കര റിഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടില്ല. ബോഡി ഒന്ന് വാമായി. ഇനി നമ്മളിങ്ങനെ പോന്ന് ഇതാണ് സ്റ്റെപ്പ്. സ്റ്റീപ്നെസ് ഒന്നും ഇല്ല കേട്ടോ. ഉണ്ട്, സ്റ്റീപ്പാണ്. പക്ഷെ കുറച്ച് സ്റ്റെപ്സേ കയറേ ഉള്ളൂ. 10 out of 10 ബെഞ്ച്. ഇവിടെ പോയാൽ 10 out of 10 ബെഞ്ച് കാണട്ടോ. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ ഒരുപാട് ഒരു ക്യാമ്പയിൻ ഒക്കെ കാണട്ടോ. ഇവിടെ സൈഡ് ഉണ്ട് കണ്ടോ. അവിടെയൊക്കെ ക്യാമ്പിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫൈനലി നമ്മളെ സ്ഥലത്തെത്തിട്ടോ. ഷിജിൻ പോകുന്നുണ്ട്. ഷിജിയാ ഇഷ്ടോ. നമ്മളിങ്ങനെ പോന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ആകാൻ പറ്റും. ഒരുപാട് സ്പോട്ട് ഉണ്ട് കേട്ടോ. ഇതിന്റെ സൈഡിൽ കൂടിയും പോവാം. എവിടെയും പോയി ഇരിക്കാം കേട്ടോ. അങ്ങനെ എല്ലാവരും ഓരോ സൈഡിൽ സ്ഥലമൊക്കെ ആയിട്ട് ഇരുന്ന്. കാരണം അവിടെ കയറിയാലും ആ ബാക്കിൽ കയറിയാലും ഈ ബാക്കിൽ കയറിയാലും മേലെ കയറിയാലും ഓടി പോയാലും നമുക്ക് വ്യൂ കിട്ടും കേട്ടോ. ഇതിന് ഏകദേശം ഒരു 600 സംതിങ് മീറ്റേഴ്സ് ഉണ്ട് കേട്ടോ. എനിക്ക് ആക്ച്വൽ കണക്കിന് അറിയില്ല. അറൌണ്ട് 600 സംതിങ് മീറ്റേഴ്സ് ഓഫ് ഹൈറ്റ് ഉണ്ട് ഇതിന്. ഈ വാട്ടർഫോൾക്ക് നമ്മൾ എത്താന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മൾ നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള സ്ഥലത്ത് കൂടെ നമ്മൾ പോയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും ബോഡിയും അല്ലാണ്ട് ക്ഷീണിക്കില്ല. അത്ര പീസ് മൈൻഡായിട്ട് നമ്മൾ നടന്നു വന്നിട്ട് ഇങ്ങനെ ഒരു കാഴ്ച കിട്ടുമ്പം അത് വേറെ തന്നെ ഒരു വൈബ് കേട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറയിൽ കൂടി വീഡിയോ കൂടി എത്രത്തോളം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. ബട്ട് 10 out of 10 കേട്ടോ. ആർക്കും വരാം, എന്തും വരാം. ഫാമിലിയും കൂട്ടി വരാം. അത് ഭയങ്കര സംഗതിയാണ്. ഭയങ്കര ഹാർഡ് കോർ ട്രക്കിംഗ് അല്ല, ഈസി ട്രയൽസ് ആണ്. സിമ്പിളായിട്ട് നടന്ന് കയറാം. പാട്ടൊക്കെ പാടി നടന്ന് സമാധാനത്തിൽ കയറിയാൽ മതി. അടിപൊളി കയറട്ടോ.
നേരത്തെ കാണിച്ചിരുന്ന വ്യൂ അവർ നിൽക്കണ ഇവിടുന്നതിനു പിന്നെ ഇത് കൂടെ അങ്ങനെ ചാടി കയറി വെച്ചിട്ടോ ചെറിയ മക്കൾ വരെ ഇവിടെ എത്തിയത് വലിയ സീനൊന്നുമില്ല ഇങ്ങോട്ട് ഇറങ്ങി കുളിക്കണമെന്നുണ്ടെങ്കിൽ കുളിക്കാം അടിയിൽ അൺഈവൻ സർഫസ് ആട്ടോ അപ്പം ഇറങ്ങിക്കഴിഞ്ഞാൽ കാല് ലോക്കാവാനും കാര്യങ്ങളൊക്കെ ചാൻസ് ഉണ്ട് പക്ഷേ ചെക്കന്മാർ ഇറങ്ങുന്നുണ്ട് എന്നിട്ട് കയറി വരുന്ന സമയത്ത് എപ്പോഴും സൂക്ഷിക്കുക പറയാൻ കാരണം ഇവിടെ എത്തുന്ന വരെ പ്രശ്നമില്ല ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താ പറയുക റോക്സൊക്കെ അത്യാവശ്യം സ്ലിപ്പറിയാണ് അപ്പോൾ നടക്കുമ്പോൾ കാല് മിസ്സാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലത്ത് എത്തട്ടോ വളരെ സിമ്പിളാണ് സിമ്പിൾ ഹൈക്കാണ് നല്ല അടിപൊളി വ്യൂ ആണ് ഇതിന് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ കയറിപ്പോയി ആ സ്ഥലത്ത് കണ്ടിട്ടെത്തണ്ട് ഞാൻ വിചാരിച്ച വഴി ഇതിലെടുത്തിട്ട് ഇങ്ങനെ കയറി പോകുന്നതാണ് വിചാരിച്ചത് അതായത് നമുക്ക് ആ സൈഡിൽ നിന്നുള്ള വ്യൂ കൂടി നോക്കാം അല്ലേ അതിലെ ചാടി ഇറങ്ങാന്നുള്ള പ്ലാന് ഞാൻ തൽക്കാലം മാറ്റി വെച്ചിട്ടോ വെള്ളത്തിൽ ചോടണോ വേറെ സ്ഥലം ഉണ്ട് അങ്ങോട്ട് പോകാൻ ഞാൻ ചില ബ്രിഡ്ജ് ഓ അവിടെ സീസണുള്ള ആ സൈഡിലാണ് നല്ല വ്യൂ ഉള്ള സ്ഥലം നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ എടുത്ത് സമാധാനത്തിൽ നമുക്ക് ഈ സൈഡിലൂടെ കയറിപ്പോ ഈച്ച് ആൻഡ് എവറിത്തിങ് സീംസ് സിമ്പിൾ ഹിയർ അത് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാം ചെയ്യാൻ കഴിയുന്നുണ്ട് സിമ്പിളാണ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള റൈൽസ് ഒന്നും ഇവിടെ ഇല്ല കേട്ടോ നൈസ് സ്പോട്ട് ഗൈസ് ഇതാണ് സ്ഥലം ഫൈനലി കംപ്ലീറ്റ് തീർത്തിട്ടോ ഓ ബാക്കിൽ വാട്ടർഫോൾസ് ഒട്ടേക്ക് ഇങ്ങനെ ട്രയൽസ് നിരന്ന് കിടക്കണേ കിഡിലും വെതർ സിജിനെടുക്കുന്ന സ്ഥലം നോക്കിക്കേ ഏതാ സ്ഥലം നമ്മൾ നേരത്തെ കയറിയത് അവിടെ കേട്ടോ ഇങ്ങനെ എല്ലാവരും എത്തിയത് വേറെ വഴിയെടുത്തു ഇവിടെ എത്തി അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് നമ്മളെ സ്ഥലം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇങ്ങോട്ടേക്ക് വരാൻ വളരെ സിമ്പിളാണ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും ഇടുന്നുണ്ട് വരാൻ പറ്റുന്നവരൊക്കെ എന്തായാലും വരും കേട്ടോ പറയുന്നത് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് മാത്രമല്ല തീരെ ബുദ്ധിമുട്ടില്ല അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് പിന്നെ എവിടെ എത്തിയതിനു ശേഷം നമുക്ക് വേറെ സംഗതിയിൽ ഫോൺ റേഞ്ചില്ല കേട്ടോ അപ്പം മാപ്പ് ഓൾറെഡി സെറ്റ് ചെയ്ത് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ടിൽ എത്താൻ പറ്റും പറഞ്ഞ പോലൊക്കെ ഒന്ന് ട്രയൽസ് എടുക്കുക യൂഷ്വലി എല്ലാവരും നമ്മൾ ഫസ്റ്റ് പോയ സ്ഥലം ആ ബാക്കിലുള്ള ആ സ്ഥലത്തോട്ട് എല്ലാവരും ഉണ്ടാവുന്നത് അതിന് പകരമായിട്ട് സൈഡിലൂടെയുള്ള ബ്രിഡ്ജിൻ്റെ ഞാൻ കാണിച്ചത് ആ ബ്രിഡ്ജിലൂടെ കയറി പോന്നാൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം എത്താൻ പറ്റും കേട്ടോ ഇവിടുന്നാണ് വാട്ടർഫോൾസിന്റെ പെർഫെക്റ്റ് വ്യൂ കിട്ടുന്നത് കേട്ടോ നല്ല വ്യൂ ആണ് പിന്നെ എവിടെ വേണമെങ്കിലും നമുക്ക് ഇരിക്കാം ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങുകയാണ് അപ്പം വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിടുന്ന ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ദിസ് ഈസ് ക്ലൗഡ് മാൻ സൈനിങ് ഓഫ് സീ യു ദ നെക്സ്റ്റ് വൺ ഗൈസ് ബൈ